സ്ത്രീകളുടെ യാത്രാ ചെലവ് കുറയ്ക്കുക എന്നതിനപ്പുറം അവരുടെ ലക്ഷ്യത്തിലേക്കുള്ള ദൂരം കുറയ്ക്കുക എന്ന മഹത്തായ ലക്ഷ്യമാണ് UDF സർക്കാരിന്റെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി എന്ന് പാലാ നഗരസഭാ ചെയർപേഴ്സൺ ദിയ ബിനു പാലാ KSRTC ഡിപ്പോയിൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. ഒരു സ്ത്രീ എന്ന നിലയിൽ താൻ ഏറെ അഭിമാനിക്കുന്ന നിമിഷമാണിതെന്നും എല്ലാ സ്ത്രീകളുടെയും പേരിൽ മുഖ്യമന്ത്രി VD സതീശന് നന്ദി പറയുന്നുവെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. ഒത്തിരി അഭിമാനത്തോടെയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. UDF ഗവൺമെന്റ് വന്നപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളിൽ ആദ്യത്തെ കാര്യം ഇന്നിവിടെ നടപ്പിലാക്കുകയാണ്. ഒരു ചരിത്ര നിമിഷത്തിന്റെ ഭാഗമാകാൻ സാധിക്കുമ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ ഒത്തിരി അഭിമാനവും സന്തോഷമുണ്ട്. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും സൗജന്യ യാത്ര എന്ന പദ്ധതി KSRTC ഇപ്പോൾ നടപ്പിലാക്കുകയാണ്. അതിന്റെ എല്ലാ നഷ്ടങ്ങളും അല്ലെങ്കിൽ നഷ്ടങ്ങൾ എന്ന് പറയപ്പെടുന്ന എല്ലാ ചിലവുകളും ഗവൺമെന്റ് കൈവരിക്കുന്നതാണ്. ഇതിലൂടെ എനിക്ക് തോന്നുന്നു സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ഒരു ചുവട് മുന്നോട്ട് ഇപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ജസ്റ്റ് യാത്രാ ചെലവ് കുറയ്ക്കുക എന്നതിലുപരി അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ദൂരം കുറയ്ക്കുക എന്നുള്ളൊരു മഹത്തായ ആശയമാണ് ഇതിന് പുറകിലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടർന്ന് ആദ്യ ടിക്കറ്റ് വിതരണവും ചെയർപേഴ്സൺ നിർവഹിച്ചു. ചടങ്ങിൽ CT രാജൻ, മുൻ കോൺഗ്രസ് കൗൺസിലർ ആനി ബിജോയ്, ആലീസ് കാപ്പൻ, കേരള കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോഷി വട്ടക്കുന്നിൽ, പൗരാവകാശ സമിതി പ്രസിഡന്റ് ജോയി കളരിക്കൽ, പ്രശാന്ത് പാല, റീത്താമ്മ ജോർജ്, ഷിമ്മി ജോർജ്, JTO അശോക് കുമാർ, കൃഷ്ണൻ നായർ MP, പ്രശാന്ത് പാല, ജ്യോതിലക്ഷ്മി, തങ്കച്ചൻ മുളങ്കുന്നം തുടങ്ങിയവർ പങ്കെടുത്തു.